ടീമിനെ ഇറാനിലേക്ക് അയക്കുന്നു എന്ന പ്രഖ്യാപനമാണ് 6 മണിക്കൂർ മുമ്പ് നടത്തിയിട്ടുള്ളത്. വാർത്ത പുതുതായിട്ട് വരുന്നു എന്നത് മനസ്സിലാക്കുമ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് യുദ്ധം വേണ്ട, ഇസ്രായേൽ യുദ്ധം ആഗ്രഹിക്കുന്നു, ഞാൻ സമാധാനം ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് യാത്രയാക്കിയ നെതന്യാഹു പടിയിറങ്ങുമ്പോഴേക്ക് പുതിയ അർമാഡയെ ഞാൻ ഇറാൻ്റെ ഭാഗത്തേക്ക് അയക്കുന്നു എന്ന് പറയുന്ന ട്രംപിൻ്റെ ഭാഷ്യം എത്രത്തോളം നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ലോകം തൻ്റെ കൈയിൻ്റെ ഉള്ളിലാണെന്ന് മനസ്സിലാക്കുന്ന ഈ ട്രംപ് എന്തൊക്കെയോ പുലമ്പുന്ന രീതിയാണ് ഇപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം ആദ്യം പറയുന്നത് ഈ ഇറാനുമായി ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല, ഒരു ഡീലാണ്, ആ ഡീലിൽ തന്നെ ഇറാൻ നമ്മളോട് സഹകരിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ അർത്ഥത്തിലും ഇതുമായി ബന്ധപ്പെട്ട ദ്രുതഗതിയിലുള്ള ഒരു ചർച്ച വിന്യാസം നടക്കുകയും ചെയ്യുന്നു. നെതന്യാഹു ഇറങ്ങി കാര്യങ്ങളൊക്കെ അപ്പുറത്തെത്തി അവിടുന്ന് സ്വന്തമായി ഞാനങ്ങ് യുദ്ധം ചെയ്യും എന്ന് പറയുമ്പോൾ പുതിയൊരു റിപ്പോർട്ടായിട്ട് നെതന്യാഹുവിൻ്റെ ഒരു ചുവട് പിടിക്കുന്ന രൂപത്തിൽ അർമാഡയെ ഞാൻ വീണ്ടും, അഥവാ നേരത്തെ ഒരു അർമാഡയെ അയച്ചിട്ടുണ്ട്, അതും എവിടെ എത്തിയിട്ടില്ല. പുതിയൊരു അർമാഡ എന്ന് പറയുന്ന ഒരു കപ്പൽ വ്യൂഹത്തെ ഇറാൻ്റെ കരയിലേക്ക് അല്ലെങ്കിൽ ഇറാൻ്റെ കടലിലേക്ക്, ജലാശയത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ വാഷിങ്ടൺ ന്യൂസിനെ ഉദ്ധരിച്ചുകൊണ്ട് പല വിദഗ്ധരായിട്ടുള്ള ആളുകളും പറയുന്നത്. അതിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ ട്രംപ് തനി പച്ച നുണ പറയുന്ന 1-ാം നമ്പർ ആളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം നേരത്തെ നമ്മൾ ആശങ്കപ്പെട്ടതുപോലെ തന്നെ ഉള്ളിലെ കാര്യങ്ങളല്ല ഇവർ തുറന്നു പറയുന്നത്. 100ക്ക് 100 വ്യത്യാസമായിട്ടുള്ള കാര്യമാണ് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അവിടെ ഈ ഹിഡൻ അജണ്ടയുടെ ഒരല്പം പോലും അവർ തുറന്നു പറയാനോ അല്ലെങ്കിൽ അതൊന്ന് സൂചിപ്പിക്കാനോ തീരെ താല്പര്യമില്ലാത്ത 2 ചെകുത്താന്മാരാണ് ഈ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നെതന്യാഹുവും മറ്റൊന്ന് ട്രംപുമാണ്. അവർ രണ്ടുപേരും ഉള്ളിൽ എന്താ ചർച്ച ചെയ്തതെന്നുള്ള ലോകത്തിന് മുമ്പിൽ പറയുന്നത് അവർ ആ സത്യം മറച്ചു വെച്ചുകൊണ്ട് കളവാണ് പ്രചരിപ്പിച്ചത് എന്നുള്ളത് വ്യക്തമാകുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഉള്ള പ്രഖ്യാപനം. കാരണം നേരത്തെ മാധ്യമത്തിന് മുമ്പിൽ വന്ന് പറയുന്നത് ഞങ്ങൾ ഈ പ്രധാനമന്ത്രി യുദ്ധം ആഗ്രഹിക്കുന്നു, പക്ഷേ ഞാൻ ആ യുദ്ധത്തെ ഇല്ലായ്മ ചെയ്യാനാണ് അല്ലെങ്കിൽ അത് സംസാരിച്ച് സോൾവ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതേ മനുഷ്യൻ തന്നെയാണ് ഇപ്പോൾ അർമാഡ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ആ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് പറയുന്നത്. ആരെ വിശ്വസിക്കണമെന്ന് ചോദിച്ചാൽ ഈ 2 വിഭാഗത്തെയും വിശ്വസിക്കാൻ പറ്റില്ല. ഈ മിനിറ്റുകൾ അല്ല മണിക്കൂറുകൾ ഗ്യാപ്പ് കൊണ്ട് മാറ്റി പറയുന്ന ഒരു പ്രത്യേക ഒരു ജീവിയായിട്ട് അല്ലെങ്കിൽ അത്ര പ്രത്യേക ഇനമായിട്ടാണ് നമ്മൾ ഈ 2 ആളുകളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് നമ്മൾ സ്വന്തമായിട്ട് യുദ്ധം നയിക്കാൻ പോകുന്നു എന്ന് പറയുമ്പം അർമാഡയെ ഞാൻ അയക്കുന്നു എന്ന് പറയുന്നു. അതാരാ പറയുന്നത്? നേരത്തെ സമാധാനമാണ് വലുത് എന്ന് പറയുന്ന ഒരേ കക്ഷി. അപ്പം മൊത്തം ഒരു അരക്ഷിതാവസ്ഥ, ഒരു സുഖകരമല്ലാത്ത വാർത്തകളും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആരെ നമ്മൾ പിന്തുണക്കണം എന്ന് ചോദിച്ചാൽ ആരെയും പിന്തുണക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. വാർത്തകൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ വീണ്ടും ഈ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ആരാണ് എന്താണ് എന്ന് ചോദിക്കുമ്പം ട്രംപാണ് ഇതിൻ്റെയൊക്കെ മുഖ്യധാര കണ്ണികൾ. അദ്ദേഹമാണ് ചരട് വലിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ഉള്ളിലൂടെ നമ്മളൊന്ന് അന്വേഷിക്കുകയാണെങ്കിൽ തുടക്കം മാത്രമേ ഇപ്പം പ്രശ്നമുള്ളൂ. അഥവാ അമേരിക്ക തുടങ്ങണോ ഇസ്രായേൽ തുടങ്ങണോ? ഇറാൻ തുടങ്ങൂല എന്ന് വ്യക്തമായ സ്ഥിതിക്ക് അമേരിക്ക തുടങ്ങട്ടെ എന്ന് നെതന്യാഹുവും അല്ല ട്രംപ് അഥവാ ട്രംപിൻ്റെ ഭാഷ്യം ഈ നെതന്യാഹു തുടങ്ങട്ടെ എന്നുള്ളതാണ്. കുറേ ആനുകൂല്യം അതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളത് ജിയോ പൊളിറ്റിക്കൽ സൈഡും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ഉന്നമനമൊക്കെ കണ്ടിട്ട് അവർ പറയുന്ന കാര്യമാണ്. അത് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം നെതന്യാഹുവിനോട് തുടങ്ങാൻ പറയുന്നു, പക്ഷേ നെതന്യാഹു തുടങ്ങുന്നില്ല. അമേരിക്ക സമ്മർദ്ദത്തിലാക്കിയിട്ട് ആ ട്രംപിനോട് തുടങ്ങാൻ പറയുന്നു, ട്രംപും തുടങ്ങുന്നില്ല. അപ്പം മൊത്തം തുടക്കത്തിൻ്റെ ഒരു പ്രശ്നം ഇപ്പം നിലവിലുള്ളൂ. ബാക്കിയെല്ലാം ഇവരുടെ ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ട് ലോകത്തെമ്പാടുമുള്ള റഡാറുകളും സംവിധാനങ്ങളും ഒക്കെ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത വരുന്നത് മൊത്തം ആകത്തുക ഒരു സെക്കൻഡിന് കാത്തിരിക്കുകയാണ്. ആ സെക്കൻഡ് എപ്പോൾ സംഭവിക്കും, ആരാണത് പ്രവർത്തിപ്പിക്കുക എന്ന് കാത്തിരിക്കേണ്ടതുള്ളൂ. അർമാഡയെ അയക്കുന്നുണ്ട് എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പോൾ വീണ്ടും പറയുന്നു അർമാഡയെ അയക്കും. ഒരു തലയും പാലുമില്ലാത്ത പരിപാടികളാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്തായിട്ട് കൂടുതലായിട്ടുണ്ടോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. നമുക്ക് അടുത്ത വിശേഷമായി കാണാം. എന്താണ് നിങ്ങൾ ഈ ട്രംപിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളതെന്ന് എഴുതി അറിയിക്കുക. എല്ലാവർക്കും നന്ദി. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.